നമസ്കാരം, പി.എസ്. സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGS എക്സാമിന് എത്തിക്കഴിഞ്ഞു. അതിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലനേഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡേ 4 ആണെന്ന്. വീഡിയോ കൃത്യമായി ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം, നമ്മൾ 8ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 ആയിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ എന്താണെന്ന് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരുന്നത് 2ാമത്തെ യൂണിറ്റ് ആയിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവമാണ്. അതിന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്ത് നിങ്ങളിൽ എത്തുകയുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ 8ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്നതായിരുന്നു. അതിന്റെ പാർട്ട് 2 ആണിത്. ദയവ് ചെയ്ത് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒത്തിരി പ്രധാനപ്പെട്ട എക്സ്ട്രാ പോയിന്റ്സ് നമ്മളിവിടെ ആഡ് ഓൺ ചെയ്ത് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എങ്ങനെ പഠിക്കാം എന്നുള്ള ഈസി കോഡുകളും കൂടി നമ്മുടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ അതെല്ലാം ഉപയോഗിക്കുക. കൃത്യമായി ഓരോ യൂണിറ്റും കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് നോട്ടുകൾ നമ്മുടെ PSC ടുഡേ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ആകുന്നതാണ്. അപ്പോൾ ടെലിഗ്രാം ചാനൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ജോയിൻ ചെയ്യുക. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിൽ നോട്ട് മാത്രമേ ഇൻക്ലൂഡ് ആവുകയുള്ളൂ. കൃത്യമായിട്ടുള്ള കോഡുകളും എക്സ്ട്രാ പോയിന്റ്സും അറിയണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് ഗതാഗതവും വാർത്താവിനിമയവും. ഗതാഗതവും വാർത്താവിനിമയവും. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വ്യാപാര, വ്യവസായ, സൈനിക ആവശ്യങ്ങൾക്കായാണ് ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചത്. അപ്പോൾ എന്തിനാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ വാർത്താവിനിമയ സൗകര്യങ്ങളും ഗതാഗതവും വിപുലീകരിച്ചത്? അവർക്ക് വ്യാപാരം നടത്തണം, അവർക്ക് വ്യവസായം നടത്തണം, അതുപോലെ സൈനികരെ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ബ്രിട്ടീഷുകാർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ആരാ? ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16. ഇത്രയും നാള് വർഷം മാത്രമേ PSC ചോദിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ ഇപ്പോ കൃത്യമായിട്ടുള്ള ഡേറ്റ് കൂടി എടുത്തു പഠിക്കണം നമ്മള്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ മാസം 16 തീയതിയായിരുന്നു. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആരംഭിക്കുന്നതിന് പ്രവർത്തിച്ച ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആരംഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് തന്നെ അറിയപ്പെടുന്നത് ആരെയാണ്? ഡൽഹൌസി പ്രഭുവിനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഓടിയത് എവിടെ നിന്നുമാ? ബോംബെയിലെ ബോറി ബന്ദർ മുതൽ താനെ വരെയായിരുന്നു. ഓർക്കണം, ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഓടിയത് ബോംബെ മുതൽ താനെ വരെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാല് ബോംബെയിലെ ബോറി ബന്ദർ മുതൽ താനെ വരെയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഓടിയത്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? 34 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ എത്ര കിലോമീറ്റർ ഓടിയത്? 34 കിലോമീറ്റർ സഞ്ചരിച്ച് എവിടെ നിന്നും? ബോംബെയിലെ ബോറി ബന്ദറിൽ നിന്ന് ആരംഭിച്ച് താനെ വരെയായിരുന്നു ഓടിയത്. ശ്രദ്ധിക്കുക. ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യം ഇന്ത്യയാണ്. ഇതങ്ങ് പഠിച്ചു വെച്ചോളണേ. ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യം എന്നറിയപ്പെടുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ആയിട്ടുള്ള USA ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യം. 2ാമത് ലോകത്ത് ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യം ചൈനയാണ്. ഓർക്കുക, 2ാമത് ലോകത്ത് ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യം ഏതാണ്? അത് ചൈനയാണ്. 3ാമത് ലോകത്ത് ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ്. അതുപോലെ 4ാമത് ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഓർക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യം USA, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം റഷ്യ, 4ാം സ്ഥാനം ഇന്ത്യയാണ്. ഇനി കുറച്ച് പോയിന്റ്സ് കൂടെ പറയാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സംവിധാനം അല്ലെങ്കിൽ റെയിൽവേ ആരംഭിച്ചതെന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ ആ റെയിൽവേ യാത്രയിൽ യാത്ര ചെയ്ത വ്യക്തികളുടെ എണ്ണം ചോദിച്ചാൽ
400 ആണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പുത്തൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയത് 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പുത്തൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയതെന്ന 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ മുതലാണ്. നമുക്ക് പ്രധാനപ്പെട്ട 3 ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. അവ ഏതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി പഠിക്കേണ്ടതാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഏതാണ്? ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയായിരുന്നു. ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയായിരുന്നു. ഇന്ത്യൻ അസോസിയേഷന് നേതൃത്വം നൽകിയ നേതാക്കൾ ആരൊക്കെയായിരുന്നു? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമായിരുന്നു. ഇന്ത്യൻ അസോസിയേഷന് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങൾ ആരൊക്കെയായിരുന്നു? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ്. അടുത്തതാണ് മദ്രാസ് മഹാജൻ സഭ. മദ്രാസ് മഹാജൻ സഭ രൂപപ്പെട്ടത് മദ്രാസിൽ തന്നെയാണ്. പേരിലുണ്ടല്ലോ, മദ്രാസ് മഹാജൻ സഭ രൂപപ്പെട്ടത് എവിടെയാണ്? അത് മദ്രാസിൽ തന്നെയാണ്. ഈ മദ്രാസ് മഹാജൻ സഭ രൂപം നൽകിയത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങൾ ആരൊക്കെയാ? എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. അപ്പോൾ മദ്രാസ് മഹാജൻ സഭയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങൾ ആരെന്ന് ചോദിച്ചാൽ എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നിവരാണ്. മൂന്നാമത്തതാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം അല്ലെങ്കിൽ ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ പേരിൽ തന്നെയുണ്ട്, ബോംബെയിലാണ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ രൂപീകരിച്ചത് എവിടെയാ? ബോംബെയിൽ തന്നെയാണ്. ഇനി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ രൂപീകരിച്ച വ്യക്തിത്വങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാല് ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്ക്, ബദറുദ്ദീൻ തിയാബ്ജി എന്നിവരാണ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷന് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാല് ഫിറോസ് ഷാ മേത്ത, കെ ടി തെലാങ്ക്, ബദറുദ്ദീൻ തിയാബ്ജി എന്നീ വ്യക്തിത്വങ്ങളാണ്. ഇനി കോഡ് രൂപത്തിൽ ഇതെങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതുകൊണ്ടാണ് അത് കോഡിലൂടെ പഠിക്കാനായിട്ട് പറയുന്നത്. നമുക്ക് നോക്കാം കോഡ് എന്താണെന്ന്. ഫസ്റ്റ് കോഡിലേക്ക് കടക്കാം. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച മോഹൻ കല്ലുകൊണ്ട് ബാനർ ഉണ്ടാക്കി എന്നങ്ങ് പഠിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച മോഹൻ കല്ലുകൊണ്ട് ബാനർ ഉണ്ടാക്കി എന്ന് പഠിക്കുക. ഇതിൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അസോസിയേഷൻ തന്നെയാണ്, സംഘടനയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ് മോഹൻ ബോസ്. മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ് മോഹൻ ബോസ്. കല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൽക്കട്ട നഗരത്തെയാണ്. കല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൽക്കട്ട നഗരത്തെയാണ്. ബാനർ ഉണ്ടാക്കിയില്ലേ? ബാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേന്ദ്രനാഥ ബാനർജിയെ സൂചിപ്പിക്കുന്നു. ബാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരൊക്കെയാണ്? മോഹനും ബാനർജിയും ചേർന്നാണ്. അപ്പോൾ ഇനി ഇന്ത്യൻ അസോസിയേഷൻ മറക്കൂലല്ലോ. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച മോഹൻ എന്ത് ചെയ്തു? കല്ലുകൊണ്ട് ബാനർ ഉണ്ടാക്കി എന്നങ്ങ് പഠിക്കുക. ഇതിൽ മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ മോഹൻ ബോസ്, കല്ല് എന്ന് പറഞ്ഞാൽ കൽക്കത്ത നഗരത്തെ സൂചിപ്പിക്കുന്നു. കൽക്കത്ത നഗരത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടത് എവിടെയാണ്? കൽക്കട്ട നഗരത്തിലാണ്. ബാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേന്ദ്രനാഥ ബാനർജിയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, മദ്രാസ് മഹാജനസഭ രൂപീകരിച്ചത് VS അച്യുതാനന്ദനാണെന്ന് പഠിക്കുക. ഓർക്കുക, VSന്റെ കാലഘട്ടത്തിനൊക്കെ ഒരുപാട് മുമ്പാണ് മദ്രാസ് മഹാജന സഭയൊക്കെ രൂപീകരിച്ചത് കേട്ടോ. അതുകൊണ്ട് അദ്ദേഹമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് കോഡാണ്. മദ്രാസ് മഹാജന സഭ രൂപീകരിച്ചതാരെന്ന് പറഞ്ഞാൽ അപ്പോഴേ മനസ്സിൽ വരണം VS അച്യുതാനന്ദനാണെന്ന്. ഇതിലെ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരരാഘവാചാരിയാണ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ അയ്യരെ സൂചിപ്പിക്കുന്നു. ഇനി അച്യുതാനന്ദനിലെ ആനന്ദനാണ് ആനന്ദ ചാർലുവിനെ സൂചിപ്പിക്കുന്നു. അച്യുതാനന്ദനിലെ ആനന്ദൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ആനന്ദ ചാർലുവിനെ സൂചിപ്പിക്കുന്നു. അപ്പോ മദ്രാസ് മഹാജനസഭ രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ VS അച്യുതാനന്ദനാണെന്ന് ഓർത്തു വെക്കുക. അതിൽ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരരാഘവാചാരി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ അയ്യര്. ഇനി അച്യുതാനന്ദനിലെ ആനന്ദൻ എന്താണ്? ആനന്ദ ചാർലുവാണ്. ഓർക്കുക. അടുത്ത കോഡാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ രൂപീകരിക്കുന്ന സമയത്ത് റോസിന് തീപിടിച്ച് ആ പ്രോഗ്രാം മൊത്തവും ലാഗായി എന്നങ്ങ് ഓർക്കുക. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ രൂപീകരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റോസിന് തീപിടിച്ചിട്ട് പ്രോഗ്രാം മൊത്തവും ലാഗായി എന്നങ്ങ് ഓർക്കുക. ഇതിൽ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഷാ മേത്തയെ സൂചിപ്പിക്കുന്നു. ഓർക്കുക, റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഷാ മേത്തയെ സൂചിപ്പിക്കുന്നു. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദറുദ്ദീൻ തിയാബ്ജിയെ സൂചിപ്പിക്കുന്നു. ഇനി ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KT തെലാങ്കിനെ സൂചിപ്പിക്കുന്നു. തെലാങ്കിൽ ഒരു ലാഗില്ലേ? ആ ലാഗാണ് ഇനി അടുത്തത് കേട്ടോ. അപ്പൊ ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KT തെലാങ്കിനെ സൂചിപ്പിക്കുന്നു.
അപ്പൊ ഒന്നുകൂടി പറയാം, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ രൂപീകരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിരുന്ന റോസിന് തീപിടിച്ചത് മൂലം പ്രോഗ്രാം മൊത്തം ലാഗായി എന്നങ്ങ് ഓർക്കുക. അപ്പോ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ രൂപീകരിച്ചത് ആരൊക്കെയാ? റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഷാ മേത്തെ എന്ന് ഓർത്തു വെക്കുക. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദറുദ്ദീൻ ത്യാബ്ജിയിൽ ഒരു തീ ഉണ്ട്, ആ തീയാണെന്ന് ഓർക്കുക. ലാഗ് എന്ന് പറഞ്ഞാൽ KT തെലാങ്കിൽ ഒരു ലാഗ് ഉണ്ട്, ആ ലാഗാണെന്ന് ഓർത്തു വെക്കുക. അടുത്തതാണ് അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ അങ്ങോട്ട് കേട്ടോ. അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28 പകൽ 12 മണിക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28 പകൽ 12 മണിക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച്. ഇങ്ങനെ തന്നെ ഓർക്കണം, സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എവിടെയാണ്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ എണ്ണം 72 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ എണ്ണം എത്രയാണ്? 72 ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇംഗ്ലീഷുകാരനാണ് അലൻ ഒക്ടോവിയൻ ഹ്യൂം, അല്ലെങ്കിൽ AO ഹ്യൂം എന്ന് നമ്മൾ പറയും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇംഗ്ലീഷുകാരൻ ആരാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂം അഥവാ AO ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമ്മേളന യോഗത്തിന്റെ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമ്മേളന യോഗത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ ജനിച്ച ജില്ല പാലക്കാട് ജില്ല. ചോദിക്കാൻ സാധ്യതയുണ്ട്. ചേറ്റൂർ ശങ്കരൻ നായർ ജനിച്ച ജില്ല ഏതാണ്? ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയിലാണ്. ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം 1897 അമരാവതി സമ്മേളനം. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഓർക്കുക. ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം 1897 അമരാവതി സമ്മേളനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും, ഓർക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ: ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പാക്കുകയും ചെയ്യുക. ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇതങ്ങ് ഓർത്ത് വെച്ചോളെ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിക്കുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ തോന്നുന്ന ഒരു പോയിന്റ് ആണ്, അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത് ഓർത്തു വെക്കുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യവും ആർക്കുണ്ടായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ പക്കാ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെന്റ് ലെവലിൽ നമുക്കിത് പ്രതീക്ഷിക്കാം. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ് വിഭജനവും ഭിന്നിപ്പിക്കലും. വിഭജനവും ഭിന്നിപ്പിക്കലും. ബംഗാൾ വിഭജനം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബംഗാൾ വിഭജനം. കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങൾ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ആവിഷ്കരിച്ച തന്ത്രമായിരുന്നു ബംഗാൾ വിഭജനം. കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങൾ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആവിഷ്കരിച്ച തന്ത്രമായിരുന്നു ബംഗാൾ വിഭജനം. ബ്രിട്ടീഷുകാർ ബംഗാളിനെ ഹിന്ദു ഭൂരിപക്ഷമുള്ള പടിഞ്ഞാറൻ ബംഗാൾ എന്നും മുസ്ലിം ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാൾ എന്നും രണ്ടായി വിഭജിച്ചു. ബ്രിട്ടീഷുകാർ ബംഗാളിനെ ഹിന്ദു ഭൂരിപക്ഷമുള്ള പടിഞ്ഞാറൻ ബംഗാൾ എന്നും മുസ്ലിം ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാൾ എന്നും രണ്ടായിട്ട് വിഭജിച്ചു. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 ഒക്ടോബർ 16. ഡേറ്റ് മൊത്തം പഠിച്ചോളനെ. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം കൊണ്ടുവന്ന വൈസ്രോയി കഴ്സൺ പ്രഭു ആണ്. ബംഗാൾ വിഭജനം കൊണ്ടുവന്ന വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു ആണ്. ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായി ഹർത്താൽ ആചരിച്ച പ്രദേശം കൊൽക്കത്ത. ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് ഹർത്താൽ ആചരിച്ച പ്രദേശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കത്തയാണ്.
ബംഗാൾ വിഭജനത്തിന്റെ ദുഃഖാചരണത്തോട് ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയ ജനങ്ങൾ ആലപിച്ച ഗാനം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബാംഗ്ല എന്ന ദേശഭക്തി ഗാനം. ഓർത്തോളണം, ബംഗാൾ വിഭജനത്തിന്റെ ദുഃഖാചരണത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയ ജനങ്ങള് ആലപിച്ച ഗാനം എന്തായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബാംഗ്ല എന്ന ദേശഭക്തി ഗാനമായിരുന്നു. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ചിങ് രണ്ടാമൻ. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ്? ഹാർഡിഞ്ചിങ് രണ്ടാമനാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911 ഡിസംബർ 12. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911 ഡിസംബർ 12 ആണ്. ആ ഡേറ്റ് കൂടി ഒന്ന് ഓർക്കുക. അടുത്തതാണ് സ്വദേശി പ്രസ്ഥാനം. എന്താണ് സ്വദേശി പ്രസ്ഥാനം? ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് സ്വദേശി പ്രസ്ഥാനമാണ്. ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉപയോഗിക്കുവാനും ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കളെ ബഹിഷ്കരിക്കുവാനും ഇന്ത്യൻ ജനതയോട് ആഹ്വാനം ചെയ്ത പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉപയോഗിക്കുവാനും ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കളെ ബഹിഷ്കരിക്കുവാനും ഇന്ത്യൻ ജനതയോട് ആഹ്വാനം ചെയ്ത പ്രസ്ഥാനം ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിന് ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ച പ്രസ്ഥാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം. സ്റ്റേറ്റ്മെന്റ് ലെവലാണ്, ഓർക്കണം. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിന് ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ച പ്രസ്ഥാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം. സ്വയാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. സ്വയാശ്രയം എന്നതായിരുന്നു സ്വദേശി ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. ഓർക്കണം, സ്വയാശ്രയം എന്നതായിരുന്നു സ്വദേശി ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. സ്വദേശി പ്രസ്ഥാനത്തെ ആദ്യകാലത്ത് ബഹിഷ്കർ യോഗ എന്ന് വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകാണ്. ഓർത്തോളണം, സ്വദേശി പ്രസ്ഥാനത്തെ ആദ്യകാലത്ത് ബഹിഷ്കർ യോഗ എന്ന് വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബാലഗംഗാധര തിലകാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ 4 സ്ഥാപനങ്ങളും വ്യക്തമായിട്ട് ഓർക്കണം. ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആചാര്യ PC റോയ് ആണ്. തെറ്റിപ്പോവരുത്. ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആരാണ്? ആചാര്യ PC റോയ് ആണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വദേശി സ്റ്റോറുകൾ തുറന്നത് രവീന്ദ്രനാഥ ടാഗോർ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സ്വദേശി സ്റ്റോറുകൾ ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് വി ചിദംബരം പിള്ളയാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാണ്? വി ചിദംബരം പിള്ളയാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ടാറ്റ സ്റ്റീൽ ഫാക്ടറി ആരംഭിച്ചത് ജംഷഡ്ജി ടാറ്റയാണ്. ഇത് അണ്ടർലൈൻ ചെയ്ത് ഓർത്തോളണേ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ടാറ്റ സ്റ്റീൽ ഫാക്ടറി ആരംഭിച്ചത് ആരാണ്? ജംഷഡ്ജി ടാറ്റയാണ്. കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിലും നിറം ചാർത്തി. സ്വദേശി പ്രസ്ഥാനത്തെ പറ്റി ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഈ കോട്ടങ്ങ് പഠിച്ചു വെച്ചോളണേ. കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിലും നിറം ചാർത്തി എന്ന് പറഞ്ഞത് ആരാണ്? അത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇനി പറയുവാൻ പോകുന്നതാണ് സ്വദേശി സമിതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഗൈഡുകളിൽ നിന്ന് കാണാൻ സാധ്യതയില്ലാത്തതാണ്, ശ്രദ്ധിച്ചുകൊള്ളണം. സ്വദേശി സമിതി സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളായിരുന്നു സ്വദേശി സമിതികൾ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുവാനും ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനുമായിട്ട് പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളായിരുന്നു സ്വദേശി സമിതികൾ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ച വ്യക്തി അശ്വനി കുമാർ ദത്ത്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ച വ്യക്തി ആരാണ്? അശ്വനി കുമാർ ദത്താണ്. സ്വദേശി ബാന്ധവ് സമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സ്വദേശി സമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. എന്തൊക്കെയാണ് ആ ലക്ഷ്യങ്ങള്? സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക. പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക. പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായങ്ങൾ നൽകുക. സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഒന്നുകൂടി പറയാം. സ്വദേശി സമിതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധി മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ
നിലയങ്ങൾ സ്ഥാപിക്കുക. ഇത്രയുമായിരുന്നു. ഇനി നമുക്ക് നോക്കുവാനുള്ളത് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ വരുത്തിയ മാറ്റങ്ങളാണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ വരുത്തിയ മാറ്റങ്ങൾ 1905 മുതൽ 1908 വരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശ വസ്തുക്കളുടെ അളവിൽ ഗണ്യമായ കുറവുണ്ടായി. 1905 മുതൽ 1908 വരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്ന വിദേശ വസ്തുക്കളുടെ അളവിൽ ഗണ്യമായ കുറവുണ്ടായി. യുവാക്കൾക്കിടയിൽ തീവ്രമായ ദേശീയത രൂപപ്പെടുന്നതിന് കാരണമായത് സ്വദേശി പ്രസ്ഥാനമാണ്. യുവാക്കൾക്കിടയിൽ തീവ്രമായ ദേശീയത രൂപപ്പെടുന്നതിന് കാരണമായത് സ്വദേശി പ്രസ്ഥാനമാണ്. 1909 ബ്രിട്ടീഷുകാർ മിന്റോ മോർലി പരിഷ്കരണങ്ങൾ കൊണ്ടുവരുവാൻ കാരണം സ്വദേശി പ്രസ്ഥാനം. 1909 ബ്രിട്ടീഷുകാർ മിന്റോ മോർലി പരിഷ്കരണങ്ങൾ കൊണ്ടുവരുവാൻ കാരണം എന്താണ്? സ്വദേശി പ്രസ്ഥാനമാണ്. ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 1906 ഓഗസ്റ്റിൽ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷനും സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ബംഗാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും രൂപീകരിക്കുവാൻ കാരണം സ്വദേശി പ്രസ്ഥാനമാണ്. ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 1906 ഓഗസ്റ്റിൽ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷനും സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ബംഗാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും രൂപീകരിക്കുവാൻ കാരണം സ്വദേശി പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ തദ്ദേശീയ വ്യവസായങ്ങൾ ശക്തി പ്രാപിക്കുന്നതിന് പ്രധാന കാരണം സ്വദേശി പ്രസ്ഥാനമായിരുന്നു. ഇന്ത്യയിൽ തദ്ദേശീയ വ്യവസായങ്ങൾ ശക്തി പ്രാപിക്കുന്നതിന് പ്രധാന കാരണം എന്തായിരുന്നു? സ്വദേശി പ്രസ്ഥാനമായിരുന്നു. വസ്ത്രങ്ങൾ, പഞ്ചസാര, ഉപ്പ്, ആഡംബര വസ്തുക്കൾ തുടങ്ങിയ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും പരസ്യമായി കത്തിക്കുകയും വിദേശ വസ്തുക്കൾ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനും ഈ പ്രസ്ഥാനം സ്വാധീനം ചെലുത്തി. വസ്ത്രങ്ങൾ, പഞ്ചസാര, ഉപ്പ്, ആഡംബര വസ്തുക്കൾ തുടങ്ങിയ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും പരസ്യമായി കത്തിക്കുകയും വിദേശ വസ്തുക്കൾ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുവാനും ഈ പ്രസ്ഥാനം സ്വാധീനം ചെലുത്തി. ഇത്രയുമായിരുന്നു സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഇതും സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിക്കാൻ പറ്റിയൊരു പോയിന്റ് ആണ്, ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് മിതവാദികളും തീവ്രവാദികളും. മിതവാദികളും തീവ്രവാദികളും. സൂററ്റ് പിളർപ്പ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി വിഭജിക്കപ്പെട്ട വർഷം 1907 എവിടെ വെച്ചായിരുന്നു? സൂററ്റ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട വർഷം 1907 നടന്ന സൂറത്ത് INC സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സൂറത്ത് സ്പ്ലിറ്റ് എന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ടായ ഈ വിഭജനം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സൂറത്ത് സ്പ്ലിറ്റ് എന്നാണ്. കാരണം എന്താണ്? സൂറത്ത് സമ്മേളനത്തിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് ഇവൻ എന്തെന്ന് വിളിക്കുന്നു? സൂറത്ത് സ്പ്ലിറ്റ് എന്ന് വിളിക്കുന്നു. സൂറത്ത് വിഭജനം നടന്ന INCയുടെ സൂറത്ത് സമ്മേളനം ഏത് നദിയുടെ തീരത്തായിരുന്നു എന്ന് ചോദിച്ചാല് താപ്തി നദിയുടെ തീരത്ത് വെച്ചായിരുന്നു. ഓർക്കണം, സൂറത്ത് വിഭജനം നടന്ന INCയുടെ സൂറത്ത് സമ്മേളനം ഏത് നദിയുടെ തീരത്ത് വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചാല് താപ്തി നദിയുടെ തീരത്ത് വെച്ചായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിൽ പങ്കെടുക്കാത്ത നേതാക്കൾ അറിയപ്പെട്ടിരുന്ന പേരാണ് മിതവാദികൾ എന്ന്. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിൽ പങ്കെടുക്കാത്ത നേതാക്കൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? മിതവാദികൾ എന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1885 മുതൽ 1905 വരെ. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മിതവാദികളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1885 മുതൽ 1905 വരെ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിതവാദി വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ഓർക്കണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിതവാദി വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തിത്വങ്ങൾ ആരൊക്കെയായിരുന്നു? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രമേയങ്ങൾ അവതരിപ്പിച്ചിരുന്നവരായിരുന്നു മിതവാദികൾ. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രമേയങ്ങൾ അവതരിപ്പിച്ചിരുന്നവരായിരുന്നു മിതവാദികൾ. മിതവാദികളുടെ സംഘത്തിന്റെ തലവനായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഗോപാലകൃഷ്ണ ഗോഖലെ. മിതവാദികളുടെ സംഘത്തിന്റെ തലവനായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു.
സ്വദേശീവൽക്കരണം, വിദേശ ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രത്യക്ഷ സമരത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗങ്ങളായിരുന്നു തീവ്രവാദികൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. സ്വദേശീവൽക്കരണം, വിദേശ ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രത്യക്ഷ സമരത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗങ്ങളായിരുന്നു തീവ്രവാദികൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിന്റെ പ്രധാന നേതാക്കളായിരുന്നു ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ഇവര് മൂന്ന് പേരെയും കൂടെ ചേർത്ത് നമ്മൾ ഒറ്റ പേര് പറയും, എന്താണ്? ലാൽ പാൽ ബാൽ എന്ന്. ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്രവാദി വിഭാഗത്തിലെ പ്രധാന നേതാക്കളായിരുന്നു ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ഇവര് മൂന്ന് പേരെയും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ലാൽ പാൽ ബാൽ എന്ന് പറയും. സൂറത്ത് പിളർപ്പിന് ശേഷം മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുന്നതിന് കാരണമായ ഉടമ്പടി 1916 ലക്നൗ ഉടമ്പടി. സൂറത്ത് പിളർപ്പിന് ശേഷം മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുന്നതിന് കാരണമായ ഉടമ്പടി എന്നറിയപ്പെടുന്നത് 1916 ലക്നൗ ഉടമ്പടിയാണ്. അടുത്തതാണ് സർവേ ഇന്ത്യ മുസ്ലിം ലീഗ്. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കായി രൂപീകരിക്കപ്പെട്ട പ്രത്യേക രാഷ്ട്രീയ സംഘടനയായിരുന്നു സർവേ ഇന്ത്യ മുസ്ലിം ലീഗ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കായി രൂപീകരിക്കപ്പെട്ട പ്രത്യേക രാഷ്ട്രീയ സംഘടനയാണ് സർവേ ഇന്ത്യ മുസ്ലിം ലീഗ്. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 ഡിസംബർ 30. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 ഡിസംബർ 30. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് ധാക്ക, ബംഗ്ലാദേശ്. ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞ LGS എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് എവിടെയാണ്? ധാക്കയാണ്. ധാക്ക എന്ന് പറയുന്നത് ഇന്നത്തെ ബംഗ്ലാദേശ് രാജ്യത്തിന്റെ ഭാഗമാണ്. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരണത്തിന് കാരണമായ സമ്മേളനം എന്നറിയപ്പെടുന്നത് അഖിലേന്ത്യാ മുഹമ്മദൻ വിദ്യാഭ്യാസ സമ്മേളനമായിരുന്നു. സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനം എന്നറിയപ്പെടുന്നത് അഖിലേന്ത്യാ മുഹമ്മദൻ വിദ്യാഭ്യാസ സമ്മേളനമായിരുന്നു. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആഘാ ഖാൻ ആണ്. സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ആഘാ ഖാൻ ആണ്. ആഘാ ഖാന്റെ യഥാർത്ഥ നാമം സർ സുൽത്താൻ മുഹമ്മദ് ഷായാണ്. ഇതങ്ങ് പഠിച്ചു വെച്ചോളണം. ആഘാ ഖാന്റെ യഥാർത്ഥ നാമം എന്നറിയപ്പെടുന്നത് സർ സുൽത്താൻ മുഹമ്മദ് ഷായാണ്. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരണത്തിന് അനുമതി നൽകിയ വൈസ്രോയി മിന്റോ പ്രഭു. സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് അനുമതി നൽകിയ വൈസ്രോയി ആരായിരുന്നു? മിന്റോ പ്രഭു ആയിരുന്നു. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് ആദ്യ വാർഷിക സമ്മേളനം നടന്നത് കറാച്ചിയിലാണ്. അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കറാച്ചി. അപ്പോ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് ആദ്യ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? കറാച്ചിയിലാണ്. അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കറാച്ചിയിൽ വെച്ചാണ് സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പരിഷ്കരണമായിരുന്നു മിന്റോ മോർലി പരിഷ്കാരം. വർഷം 1909. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പരിഷ്കാരമായിരുന്നു മിന്റോ മോർലി പരിഷ്കാരം. വർഷം 1909. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ആദ്യ ഫലമായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിം ലീഗിന്റെ രൂപീകരണമായിരുന്നു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ആദ്യ ഫലമായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിം ലീഗിന്റെ രൂപീകരണമായിരുന്നു. അടുത്തതാണ് ഹോം റൂൾ ലീഗ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ് ഹോം റൂൾ ലീഗ്. സ്വയം ഭരണം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച സംഘടനയായിരുന്നു ഹോം റൂൾ ലീഗ്. സ്വയം ഭരണം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച സംഘടനയായിരുന്നു ഹോം റൂൾ ലീഗ്. ഹോം റൂൾ ലീഗ് രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആനി ബസന്റും ബാലഗംഗാധര തിലകും. ഹോം റൂൾ ലീഗ് രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയായിരുന്നു? ആനി ബസന്റും ബാലഗംഗാധര തിലകുമായിരുന്നു. ഹോം റൂൾ ലീഗ് രൂപീകരിക്കപ്പെട്ട വർഷം 1916. ഹോം റൂൾ ലീഗ് രൂപീകരിക്കപ്പെട്ട വർഷം 1916. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് ശക്തിയേകിയ വിപ്ലവം എന്നറിയപ്പെടുന്നത് 1917 റഷ്യൻ വിപ്ലവമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് ശക്തിയേകിയ വിപ്ലവം എന്നറിയപ്പെടുന്നത് 1917 റഷ്യൻ വിപ്ലവമായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ, മുസ്ലിങ്ങൾ, ദക്ഷിണേന്ത്യൻ ബ്രാഹ്മണർ എന്നിവർ ഹോം റൂൾ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുനിന്നു. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആംഗ്ലോ ഇന്ത്യൻസ്, മുസ്ലിങ്ങള്, ദക്ഷിണേന്ത്യയിലുള്ള ബ്രാഹ്മണർ എന്നിവർ ഹോം റൂൾ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു. ഓർക്കുക.
ഹോം റൂൾ ലീഗ് ബാലഗംഗാധര തിലകം, ഹോം റൂൾ ലീഗും ബാലഗംഗാധര തിലകം, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു, ബാലഗംഗാധര തിലകം അതുപോലെ ആനി ബസന്റും കൂടി ചേർന്നിട്ടാണ് ഹോം റൂൾ ലീഗ് രൂപീകരിച്ചതെന്ന് പറഞ്ഞു. അവർ ഒന്നിച്ചല്ല ഈ ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത്, രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിലായിരുന്നു അവര് ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ഹോം റൂൾ ലീഗും ബാലഗംഗാധര തിലകം 1916 ഏപ്രിലിൽ പൂനെ ആസ്ഥാനമാക്കി ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വ്യക്തി ബാലഗംഗാധര തിലക്. അപ്പോ ആദ്യമായിട്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. അതിനുശേഷമാണ് ആനി ബസന്റ് വരുന്നത് കേട്ടോ. അപ്പോ 1916 ഏപ്രിലിൽ പൂനെ ആസ്ഥാനമാക്കി ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക് ആരംഭിച്ച ഹോം റൂൾ ലീഗ് ആദ്യ സമ്മേളനം നടന്നത് ബെൽഗാമിലായിരുന്നു. ബാലഗംഗാധര തിലക് ആരംഭിച്ച ഹോം റൂൾ ലീഗിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബെൽഗാമിലായിരുന്നു. 6 ശാഖകളോട് കൂടിയ ഹോം റൂൾ ലീഗ് ആയിരുന്നു ബാലഗംഗാധര തിലകിന്റേത്. 6 ശാഖകളോട് കൂടിയ ഹോം റൂൾ ലീഗ് ആയിരുന്നു ബാലഗംഗാധര തിലകിന്റേത്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം, പ്രാദേശിക ഭാഷയിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നിവയായിരുന്നു ഈ ഹോം റൂൾ ലീഗിന്റെ പ്രധാന ലക്ഷ്യം. ഓർക്കണം, ബാലഗംഗാധര തിലക് ആരംഭിച്ച ഹോം റൂൾ ലീഗിന്റെ പ്രത്യേകത എന്തായിരുന്നു, അല്ലെങ്കിൽ അവന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണവും അതുപോലെ തന്നെ പ്രാദേശിക ഭാഷയിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നിവയായിരുന്നു ഈ ബാലഗംഗാധര തിലക് ആരംഭിച്ച ഹോം റൂൾ ലീഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഹോം റൂൾ പ്രസ്ഥാനം ആനി ബസന്റിലൂടെ നമുക്ക് നോക്കാം. ഹോം റൂൾ പ്രസ്ഥാനം ആനി ബസന്റിലൂടെ 1916 സെപ്റ്റംബറിൽ അഖിലേന്ത്യാ ഹോം റൂൾ ലീഗ് മദ്രാസിൽ ആരംഭിച്ചത് ആനി ബസന്റ്. 1916 സെപ്റ്റംബറിൽ അഖിലേന്ത്യാ ഹോം റൂൾ ലീഗ് മദ്രാസിൽ ആരംഭിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. രാജ്യത്തുടനീളം 200ഓളം ശാഖകൾ ഉണ്ടായിരുന്ന ഹോം റൂൾ ലീഗ് ആയിരുന്നു അഖിലേന്ത്യാ ഹോം റൂൾ ലീഗ്. രാജ്യത്തുടനീളം 200ഓളം ശാഖകൾ ഉണ്ടായിരുന്ന ഹോം റൂൾ ലീഗ് ആയിരുന്നു അഖിലേന്ത്യാ ഹോം റൂൾ ലീഗ്. അഖിലേന്ത്യാ ഹോം റൂൾ ലീഗിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച വ്യക്തി ജോർജ് അരുൺഠേലായിരുന്നു. അഖിലേന്ത്യാ ഹോം റൂൾ ലീഗിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തി ആരായിരുന്നു? അത് ജോർജ് അരുൺഠേലായിരുന്നു. അഖിലേന്ത്യാ ഹോം റൂൾ ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന പ്രധാന വ്യക്തിത്വങ്ങളായിരുന്നു BW വാഡിയയും CP രാമസ്വാമി അയ്യരും. അഖിലേന്ത്യാ ഹോം റൂൾ ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു ആരൊക്കെ? BW വാഡിയയും അതുപോലെ CP രാമസ്വാമി അയ്യരും. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് ലക്നൗ ഉടമ്പടി. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദി വിഭാഗങ്ങളും ഒന്നിക്കുന്നതിന് കാരണമായ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. കോൺഗ്രസിലെ മിതവാദി തീവ്രവാദി വിഭാഗങ്ങൾ ഒന്നിക്കുന്നതിന് കാരണമായ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം എന്നറിയപ്പെടുന്നത് 1916 ലക്നൗ സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിന് ധാരണയായ ഉടമ്പടി 1916 ലക്നൗ ഉടമ്പടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിന് ധാരണയായ ഉടമ്പടി 1916 ലക്നൗ ഉടമ്പടി. ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തികൾ ബാലഗംഗാധര തിലകും അതുപോലെ മുഹമ്മദ് അലി ജിന്നയുമാണ്. ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തികൾ ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയുമാണ്. ലക്നൗ കരാറിന്റെ ആസൂത്രകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. ലക്നൗ കരാറിന്റെ ആസൂത്രകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നയെയാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ആരെയാ? മുഹമ്മദ് അലി ജിന്നയാണ്. ലക്നൗ ഉടമ്പടി പ്രകാരം മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു. അപ്പോൾ ലക്നൗ ഉടമ്പടിയിൽ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു. പ്രവിശ്യ ദേശീയ തലങ്ങളിലെ നിയമനിർമ്മാണ സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഒരു നിശ്ചിത അനുപാതത്തിലുള്ള സീറ്റുകൾ അനുവദിച്ചു. പ്രവിശ്യ ദേശീയ തലങ്ങളിലെ നിയമനിർമ്മാണ സ്ഥാപനങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഒരു നിശ്ചിത അനുപാതത്തിലുള്ള സീറ്റുകൾ അനുവദിച്ചു. ഇത് അവരുടെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചായിരുന്നു കേട്ടോ. അവരുടെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള അനുപാതത്തിലായിരുന്നു സീറ്റുകൾ തീരുമാനിച്ചിരുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തുകൊള്ളണം. 1917 മൊണ്ടേഗു പ്രഖ്യാപനത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ നിർബന്ധിതരാക്കിയ ഉടമ്പടി എന്നറിയപ്പെടുന്നത് ലക്നൗ ഉടമ്പടിയാണ്. 1917 മൊണ്ടേഗു പ്രഖ്യാപനത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ നിർബന്ധിതരാക്കിയ ഉടമ്പടി എന്നറിയപ്പെടുന്നത് ഏതാണ്? ലക്നൗ ഉടമ്പടിയാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് മറ്റൊരു പ്രധാന
പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് രഹസ്യ വിപ്ലവ സംഘടനകൾ ഇന്ത്യയിൽ. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ രഹസ്യ വിപ്ലവ സംഘടനകളും PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ രഹസ്യ വിപ്ലവ സംഘടനകൾ ഇന്ത്യയിൽ. സംഘടനകൾ ഒന്നാമത്തതാണ് അനുശീലൻ സമിതി. എന്താണ് അനുശീലൻ സമിതി? അനുശീലൻ സമിതി രൂപീകരിക്കപ്പെട്ടത് ബംഗാളിലായിരുന്നു. അനുശീലൻ സമിതി രൂപീകരിക്കപ്പെട്ടത് എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. അനുശീലൻ സമിതിക്ക് നേതൃത്വം നൽകിയത് സചീന്ദ്രനാഥ സന്യാലും അരബിന്ദോ ഘോഷുമായിരുന്നു. അനുശീലന സമിതിക്ക് രൂപീകരണം നൽകിയത് ആരൊക്കെയായിരുന്നു, അല്ലെങ്കിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? സചീന്ദ്രനാഥ് സന്യാലും അതുപോലെ തന്നെ അരബിന്ദോ ഘോഷുമായിരുന്നു. രണ്ടാമത്തെ വിപ്ലവ സംഘടനയായിരുന്നു ഭാരത് മാതാ അസോസിയേഷൻ. ഏതാണ്? ഭാരത് മാതാ അസോസിയേഷൻ. ഭാരത് മാതാ അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടത് മദ്രാസിലായിരുന്നു. ഭാരത് മാതാ അസോസിയേഷൻ വിപ്ലവ സംഘടന രൂപീകരിക്കപ്പെട്ടത് മദ്രാസിലായിരുന്നു. ഭാരത് മാതാ അസോസിയേഷന് നേതൃത്വം നൽകിയത് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരായിരുന്നു. ഭാരത് മാതാ അസോസിയേഷന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരായിരുന്നു. അടുത്തതാണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള യുഗാന്തർ പാർട്ടി. യുഗാന്തർ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് എവിടെയാണ്? ബംഗാളിലാണ്. യുഗാന്തർ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് എവിടെയാണ്? ബംഗാളിലാണ്. യുഗാന്തർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് റാഷ് ബിഹാരി ബോസും അതുപോലെ ഖുദിറാം ബോസുമായിരുന്നു. യുഗാന്തർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? റാഷ് ബിഹാരി ബോസും അതുപോലെ ഖുദിറാം ബോസുമായിരുന്നു. ഇതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുള്ളതാണ് ഗദർ പാർട്ടി. ഗദർ പാർട്ടി രൂപീകരിക്കപ്പെട്ട സ്ഥലം അമേരിക്കയിലായിരുന്നു. ഗദർ പാർട്ടി രൂപീകരിക്കപ്പെട്ട സ്ഥലം എവിടെയായിരുന്നു? അമേരിക്കയിലായിരുന്നു. ഇനി ഗദർ പാർട്ടിക്ക് രൂപീകരണം നൽകിയ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ലാല ഹർദയാലാണ്. ഗദർ പാർട്ടിക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ലാല ഹർദയാലാണ്. ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രധാനപ്പെട്ട വിപ്ലവ സംഘടനകളും വ്യക്തമായിട്ട് LGS എക്സാം മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിയും പഠിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിപ്ലവ സംഘടന എങ്ങനെ കോഡിലൂടെ പഠിക്കാമെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കുവാനുള്ളത് അനുശീലന സമിതിയാണ്. നമുക്ക് നോക്കാം കോഡ്. അനു ചോദിച്ചു സച്ചി ആരാ ഈ ബംഗാളി? അനു ചോദിച്ചു സച്ചി ആരാ ഈ ബംഗാളി? അപ്പോ അനുശീലന സമിതിയുമായി ബന്ധപ്പെട്ട പോയിന്റ് എങ്ങനെ പഠിക്കാം? കോഡ് എന്താണ്? അനു ചോദിച്ചു സച്ചി ആരാ ഈ ബംഗാളി എന്നങ്ങ് ഓർക്കുക. ഇതിൽ അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുശീലന സമിതിയാണ്. സച്ചി എന്ന് പറഞ്ഞാൽ സചീന്ദ്രനാഥ് സന്യാലെ സൂചിപ്പിക്കുന്നു. സച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സചീന്ദ്രനാഥ് സന്യാലെ സൂചിപ്പിക്കുന്നു. ആര എന്ന് പറഞ്ഞാൽ അരബിന്ദ ഘോഷിനെ സൂചിപ്പിക്കുന്നു. ആര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരബിന്ദ ഘോഷിനെ സൂചിപ്പിക്കുന്നു. ബംഗാളി എന്ന് പറഞ്ഞാൽ ബംഗാളിനെ സൂചിപ്പിക്കുന്നു. ബംഗാളി എന്ന് പറഞ്ഞാൽ ബംഗാളിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ കോഡ് ഒന്നുകൂടി ആവർത്തിക്കാൻ ശ്രദ്ധിക്കുക. അനു ചോദിച്ചു സച്ചി ആരാ ഈ ബംഗാളി? ഇതാണ് നമ്മുടെ കോഡ്. അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുശീലന സമിതി, സച്ചി എന്ന് പറഞ്ഞാൽ സചീന്ദ്രനാഥ് സന്യാലിനെ സൂചിപ്പിക്കുന്നു, ആര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരബിന്ദ ഘോഷിനെ സൂചിപ്പിക്കുന്നു, ബംഗാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ അനുശീലന സമിതി രൂപീകരിക്കപ്പെട്ടത് എവിടെയാണ്? ബംഗാളിലാണ്. രണ്ടാമത്തതാണ് ഭാരത് മാതാ അസോസിയേഷൻ. ഭാരത് മാതാ അസോസിയേഷൻ. മാതാവ് പറഞ്ഞു അജിത്തെ നീ വാ മദ്രാസിലേക്ക്. പഠിക്കാൻ പാടില്ലല്ലോ. ഭാരത് മാതാ അസോസിയേഷനുമായി ബന്ധപ്പെട്ട പോയിന്റ് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? കോഡ് ഓർക്കുക. മാതാവ് പറഞ്ഞു അജിത്തെ നീ വാ മദ്രാസിലേക്ക്. ഇതിൽ മാതാവ് എന്ന് പറഞ്ഞാൽ ഭാരത് മാതാ അസോസിയേഷനെ സൂചിപ്പിക്കുന്നു. മാതാവ് എന്ന് പറഞ്ഞാല് ഭാരത് മാതാ അസോസിയേഷനെ സൂചിപ്പിക്കുന്നു. ഇനി അജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അജിത് സിംഗിനെ സൂചിപ്പിക്കുന്നു. അജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അജിത് സിംഗിനെ സൂചിപ്പിക്കുന്നു. നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലകണ്ഠ ബ്രഹ്മചാരിയെ സൂചിപ്പിക്കുന്നു. നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീലകണ്ഠ ബ്രഹ്മചാരിയെ സൂചിപ്പിക്കുന്നു. വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഞ്ചി അയ്യരെ സൂചിപ്പിക്കുന്നു. വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാഞ്ചി അയ്യരെ സൂചിപ്പിക്കുന്നു. ഇനി മദ്രാസിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഭാരത് മാതാ അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടത് മദ്രാസിലാണെന്ന് ഓർക്കുക. അപ്പോൾ മദ്രാസിലേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാരത് മാതാ അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടത് മദ്രാസിലാണ് എന്ന് ഓർക്കുക. അടുത്തതാണ് യുഗാന്തർ പാർട്ടിയുമായി ബന്ധപ്പെട്ട പോയിന്റ് എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. യുഗങ്ങളായി ബംഗാൾ ഭരിക്കുന്നത് RK ബോസ് ആണെന്നങ്ങ് ഓർക്കുക. യുഗങ്ങളായിട്ട് ബംഗാൾ ഭരിക്കുന്നത് RK ബോസ് ആണെന്നങ്ങ് പഠിക്കുക. യുഗങ്ങളായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുഗാന്തർ പാർട്ടിയെയാണ്. യുഗങ്ങളായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുഗാന്തർ പാർട്ടിയെയാണ്. ബംഗാൾ എന്ന് പറഞ്ഞാൽ ബംഗാൾ തന്നെയാണ്. ബംഗാൾ എന്ന് പറഞ്ഞാൽ ബംഗാൾ തന്നെയാണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷ് ബിഹാരി ബോസും
കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുദിറാം ബോസും. അങ്ങനെ രണ്ട് ബോസുകൾ ചേർന്നാണ് കേട്ടോ. അപ്പോ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷ് ബിഹാരി ബോസ്, കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുദിറാം ബോസുമാണ്. ഓർക്കണം, ഒന്നുകൂടി പറയാം. യുഗാന്തർ പാർട്ടിയുടെ കോഡ് നമുക്ക് എങ്ങനെയാ പഠിക്കാൻ പറ്റുന്നത്? യുഗങ്ങളായി ബംഗാൾ ഭരിക്കുന്നത് RK ബോസ് ആണെന്ന് പഠിക്കുക. ഇതിൽ യുഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗാന്തർ പാർട്ടിയെ സൂചിപ്പിക്കുന്നു. ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാൾ തന്നെയാണ്. യുഗാന്തർ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് ബംഗാളിലാണ്. ഇനി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷ് ബിഹാരി ബോസിനെ സൂചിപ്പിക്കുന്നു. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുദിറാം ബോസിനെയും സൂചിപ്പിക്കുന്നു. അടുത്തതാണ് ഗദർ പാർട്ടി. ഗദർ പാർട്ടി നമുക്ക് എങ്ങനെ പഠിക്കാൻ ചോദിച്ചാല്, ഗതയുള്ളവന് അമേരിക്കയിൽ ഹർത്താൽ നടത്താമെന്നങ്ങ് പഠിക്കുക. ഗദർ പാർട്ടിയുടെ കോഡ് എന്താണ്? ഗതയുള്ളവന് അമേരിക്കയിൽ ഹർത്താൽ നടത്താമെന്നങ്ങ് പഠിക്കുക. ഇതിൽ ഗത എന്ന് പറഞ്ഞാൽ ഗദർ പാർട്ടിയെ സൂചിപ്പിക്കുന്നു. അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെയാണ്. കാരണം എന്താണ്? ഗദർ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് അമേരിക്കയിലാണ്. അതുകൊണ്ടാണ്. ഇനി ഹർത്താൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാല ഹർദയാലിനെയാണ്. ഹർത്താൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാല ഹർദയാലിനെയാണ്. അപ്പോ നമ്മുടെ ഗദർ പാർട്ടിയുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് പഠിക്കേണ്ട കോഡ് എന്താ സുഹൃത്തുക്കളെ? ശ്രദ്ധിക്കുക. ഗതയുള്ളവന് അമേരിക്കയിൽ ഹർത്താൽ നടത്താമെന്നങ്ങ് പഠിക്കുക. ഇതിൽ ഗത എന്ന് പറഞ്ഞാല് ഗദർ പാർട്ടിയെ സൂചിപ്പിക്കുന്നു. ഇനി അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ രാജ്യത്തെ സൂചിപ്പിക്കുന്നു. കാരണം എന്താണ്? ഈ ഗദർ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് അമേരിക്കയിലാണ്. അതുപോലെ തന്നെ ഹർത്താൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാല ഹർദയാലിനെയാണ്. ഈ സുഹൃത്തുക്കളോട് ഒരിക്കൽ കൂടി പറയുവാണ്, ദയവ് ചെയ്ത് നിങ്ങൾ നമ്മുടെ നോട്ട് മാത്രം പഠിക്കാൻ നിൽക്കരുത്. നോട്ടിൽ നിന്നും കൂടുതൽ പോയിന്റ്സ് നമ്മുടെ ക്ലാസ്സിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ നമ്മുടെ ക്ലാസ്സിലാണ് വരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഒന്ന് മെമ്മറൈസ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ ഒന്ന് എടുത്ത് വായിക്കുന്നതിന് വേണ്ടി മാത്രം നമ്മുടെ നോട്ടുകൾ ഉപയോഗിക്കുക. മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ തന്നെ കാണാൻ ശ്രമിക്കുക. അതിനകത്ത് ഒത്തിരി പുതിയ പോയിന്റ്സുകൾ നമ്മൾ പറയുന്നുണ്ട്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം.